ഗംഭീരം എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. അമേസിംഗ്, അത്ഭുത. അതായത് അത്രയും പുള്ളി എന്ത് പറയണമെന്നറിയില്ല. പുള്ളി ഓരോ സിനിമയിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടാൻ മാത്രം നമ്മളിരിക്കുന്ന ഒരു സ്റ്റൈല്. അവസാനത്തെ അരമണിക്കൂറിന് അങ്ങേരെ അഴിഞ്ഞാട്ടം അത് ലോക സിനിമയിൽ ഏത് നടനെയും കവച്ചു വയ്ക്കുന്ന അത്ഭുതം. അമേസിംഗ്, ദ റിയൽ വണ്ടർ. അതിഗംഭീര. 74 വയസ്സിൽ മമ്മൂക്ക് ഇത്രയ്ക്ക് അർമാദിക്കുന്നത് ഒരു രക്ഷയില്ല. ഫാൻസിൻ്റെ പറയല്ല, പടം അതിഗംഭീരം. നമ്മളെ നല്ല ആവശ്യത്തോടെ ലാസ്റ്റ് കൊണ്ട് പൊളിച്ചടി. ഇദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഒരിക്കലും വരില്ല. ആരേതാണെങ്കിലും കേട്ടോ, അതിഗംഭീരം. അതിനേക്കാളും അതെന്താ ഇത് പയ്യന്മാർക്ക് അർമാദിക്കാൻ പറ്റിയത് കുട്ടികൾക്കെല്ലാം കാണാം. സൂപ്പർ, അടിപൊളി. ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ മലയാള സിനിമയിലെ ഒരു പുത്തൻ വിസ്മയം തന്നെ കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ പടത്തിൻ്റെ ആ ഒരു ക്ലൈമാക്സ് മാത്രം മതി പടത്തിൻ്റെ പിടിച്ചിരുത്തേണ്ടതെന്ന് വെച്ചാൽ എല്ലാം മൊത്തത്തിൽ ഹെവിയാണ് പടം. സെറ്റ് കൊള്ളാം. പറഞ്ഞ് തോണ്ട വയ്യ പടം. ഞാൻ പറയില്ലേ, അവസാന അരമണിക്കൂർ ആ കണ്ടോണ്ടിരുന്ന ഫാൻസ് എന്നുള്ള രീതിയിലല്ല, ഓഡിയൻസ് സീറ്റിൽ ഇരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടം എന്താ, അദ്ദേഹം നമ്മളങ്ങ് ഞെട്ടിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ സൈലൻ്റ് ആയിട്ട് അതുവരെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും ഇത് കാണികളാക്കി അദ്ദേഹം വിട്ടികളാക്കി. കാണികൾ വിചാരിച്ച് ഇനി എന്താണ് ഇത്, എങ്ങോട്ടാണ് പോകുന്നത്. അവസാന അരമണിക്കൂർ കാണികൾ കിളിപോയി, സീറ്റിൽ ഇരിക്കാൻ സമയം കിട്ടില്ല. അത്രയ്ക്കും ആവേശമായിരുന്നു ഓരോ സീൻ. ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ട്, അത് നമ്മളെ കാര്യമാക്കില്ല. മമ്മൂക്ക എന്ന ഇന്ത്യൻ സിനിമയ്ക്ക് ഇതിൽ നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. നമുക്ക് 150 കോടി 200 കോടി ഒന്നും വേണ്ട, പടം വിജയിച്ചാൽ മാത്രം മതി. ആ പടം വിജയിച്ചു. ഒരുപാട് പേര് പറയും അത് മമ്മൂട്ടിയെ വിമർശിക്കാൻ കാണും, പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു നട ഒരിക്കലും ഇല്ല. ഉറപ്പ്. നമ്മൾ മമ്മൂക്ക ഫാൻസ് തരാൻ ഉള്ളതുപോലെ പറയും. വിജയമാണെങ്കിൽ വിജയം, ഇല്ലെങ്കിൽ ഇല്ല. മോശം തന്നെ പറയും. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിത്തിരുണ്ടാക്കാൻ പോകാറില്ല. എന്തായാലും പറയാമല്ലോ, ലൂസിഫർ ഫെയിൽഡ്. ഓക്കെയാണ്. ഒന്നും പറയാനില്ല, അതിഗംഭീരം. കാരണം മമ്മൂക്ക അറിയാമല്ലോ, ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ സിനിമയ്ക്ക് സമ്മാനിച്ച മമ്മൂക്കയാണ്. അപ്പോൾ ഒരു പുതിയ സംവിധായകനാണ് എന്ന് തന്നെയായിരുന്നു ഈ പടത്തിലെ നമ്മളെ ഏറ്റവും വലിയ പ്രതീക്ഷ. അത് മമ്മൂക്ക കൈപിടിച്ച് ചേർത്ത വ്യക്തി മലയാള സിനിമയിൽ വലിയൊരു സംവിധായകനെന്ന് യാതൊരു സംശയമില്ല. ഇതിൻ്റെ മേക്കിങ്, അതിൻ്റെ ഒരു തീം, ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു തീമിൽ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഒരു ഗെയിം പാറ്റേണിൽ വരുന്ന ഒരു സിനിമ പക്ഷെ അവസാനത്തെ സെക്കൻഡ് ഹാഫും അവസാനത്തെ ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം തന്നെ ഗംഭീര. വിഷു മമ്മൂക്ക തൂക്കി. നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പടം, സൂപ്പർ പടം, അടിപൊളി. 10 ഇനി 10 മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ 11 ഉണ്ടെങ്കിലും 11 മതി പറയും. 11 പുതിയ പടമാണ്, അത് പുതിയ ഒരു തീമാണ്. എന്നാലും മാസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും.